രണ്ട് കൂട്ടുകാർക്ക് വഴിയിൽ കിടന്ന് ഒരു മഴു കിട്ടി. അതിൻ്റെ കഥ കേട്ടാലോ? രണ്ടുപേർ ഒരു യാത്ര പോകുകയായിരുന്നു. വഴിമധ്യത്തിൽ ഒരു മഴു, നല്ല തിളങ്ങുന്ന മഴു. അടുത്തെങ്ങും ആരെയും കാണുന്നില്ല. ഒന്നാമൻ മഴുവെടുത്തു. അവൻ സന്തോഷത്തോടെ പറഞ്ഞു, എന്തു ഭാഗ്യവാനാണ് ഞാൻ, എൻ്റെ മഴു നോക്കൂ. അപ്പോൾ രണ്ടാമൻ എതിർത്തു, എന്ത്, എൻ്റെ മഴുവെന്നോ? നമ്മുടെ മഴു, നമ്മുടെ മഴു എന്ന് പറയൂ. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴല്ലേ മഴു കിട്ടിയത്. ഒന്നാമൻ സമ്മതിച്ചില്ല. ആ മഴുവിന്മേൽ രണ്ടാമന് യാതൊരു അവകാശവുമില്ല എന്നയാൾ തീർത്തു പറഞ്ഞു. അതെൻ്റെ മാത്രം മഴുവാണ്. രണ്ടാമൻ തർക്കത്തിന് നിന്നില്ല. അയാൾ മഴുവിന്മേലുള്ള അവകാശവാദം ഉപേക്ഷിച്ചു. അവർ യാത്ര തുടർന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ അവരുടെ പിറകെ ഒരാൾ ഓടി വരുന്നു. ഇരുവരും തിരിഞ്ഞു നോക്കി. എൻ്റെ മഴു തരണം, അയാൾ പറഞ്ഞു. ആ മഴു ഞങ്ങൾക്ക് വഴിയിൽ കിടന്നു കിട്ടിയതാണ്. അതെങ്ങനെ നിങ്ങളുടേതാകും? ഒന്നാമൻ തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ ഓടി വന്ന ആൾ പറഞ്ഞു, നിങ്ങൾ മഴു തരുന്നില്ലെങ്കിൽ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കാൻ പോകുകയാണ് ഞാൻ. മഴുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, അയാളുടെ മഴുവാണ് വീണുപോയത്, അതാണ് ഇവർ എടുത്തു കൊണ്ടുപോകുന്നത്. ഒന്നാമൻ പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ രണ്ടാമൻ ഇടപെട്ടു, എന്ത്, ഞങ്ങളോട് എന്നോ? എന്നോട് എന്ന് പറഞ്ഞാൽ മതി. ഉടമസ്ഥനൊന്നും മനസ്സിലായില്ല. ഉടമസ്ഥൻ ചോദിച്ചു, എന്താണോ നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നാമൻ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ രണ്ടാമൻ ഒന്നാമനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾക്കാണ് തൻ്റെ മഴു കിട്ടിയത്. ഇയാളാണ് തൻ്റെ സ്വന്തമാണ് ആ മഴു എന്ന് പറയുന്നത്. ഇയാളുടെ സ്വന്തമാണ് ആ മഴു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് ഇയാളെയാണ്. ഞാൻ ഇതിൽ ഉത്തരവാദിയല്ല. ഇത് കേട്ട് ഒന്നാമൻ ദുഃഖിച്ച് തല താഴ്ത്തി. അയാൾ ഒരു കള്ളനെ പോലെ വിളറി. ഗുണപാഠം എന്താണ്? നേട്ടത്തിൽ പങ്കില്ലാത്തവൻ എങ്ങനെയാണ് കോട്ടം വരുമ്പോൾ പങ്കുചേരുക? നമ്മുടെ നേട്ടങ്ങളിൽ കൂട്ടുകാരെ പങ്കുകാരാക്കുക. അപ്പോൾ നമുക്ക് കോട്ടം വരുമ്പോൾ അവർ നമ്മെ സഹായിക്കാൻ എത്തും. ഇവിടെയും അങ്ങനെയല്ലേ സംഭവിച്ചത്? കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ?